വേറൊരു നാഴികക്കല്ല്. എന്താ എന്തു പറ്റി? ദേ അച്ഛൻ ഇതിനാണോ ഈ സ്ഥാപനം നടത്തുന്നത്? അത് എന്താ ഉണ്ടായേ? എന്തുണ്ടായെന്നോ അച്ഛനോട് തന്നെ ചോദിച്ചു നോക്ക്. എന്താ അച്ഛോ? ദേ ഇത് തന്നെ ഇതൊക്കെ ഒരുപക്ഷെ അന്ന് ഇങ്ങനെ നോക്കാതെ അന്ന് അച്ഛനായിരുന്നെങ്കിൽ വേണമെങ്കിൽ ഈ പ്രയോഗം നടത്തുമായിരുന്നു. ഞാനാ ഈ പ്രയോഗം നടത്തിയില്ലെങ്കിലും ഞാനൊരു അച്ഛനായിരുന്നു എങ്കിൽ അല്ലെങ്കിൽ ആയെങ്കിൽ കത്തോലിക്ക സഭ റോമിൽ നിന്ന് നേരിട്ട് വന്ന് പോപ്പ് പിരിച്ചു വിട്ടു. ഇനി ഇത് വേണ്ടെന്ന് പറയുക. സിനിമാ ജീവിതത്തിൽ ശ്രീ ഇന്നസെൻ്റ് എന്നുള്ള മഹാനടന് ഒരുപാട് ഏടുകളുണ്ട്. പക്ഷേ ആ ഏടുകളെല്ലാം ഞങ്ങൾ ഓർക്കണമെന്നില്ല. ഞങ്ങൾ ഓർക്കുന്ന ഏടുകളാണ് ഞങ്ങളിങ്ങനെ പകർന്നു തരുന്നത്. അതിലെ വലിയൊരു ഏടെന്ന് പറയാവുന്ന ഒരു പക്ഷേ താങ്കളുടെ ഏറ്റവും മിഴിവുറ്റുള്ള കഥാപാത്രം. ആ കഥാപാത്രം ഇപ്പോഴും ഇങ്ങനെ ടെലിവിഷനിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുക. നേരത്തെ നമ്മൾ രാംജി റാവുവിൽ കണ്ട പോലെ, മാന്നാർ മത്തായി കണ്ട പോലെ ഇപ്പോഴും ടെലിവിഷനിൽ അത് വരുമ്പോൾ സാധാരണ ശരാശരി പ്രേക്ഷകർ, അതിൽ പ്രായത്തിൻ്റെ ഭേദമൊന്നുമില്ല, അവർ നിന്ന് അത് കണ്ട ശേഷം മാത്രമേ മാറുള്ളൂ. വരട്ടെ. ഓ ഞാനത് മറന്നു. എന്റെ പൊന്നു സൂര്യഭഗവാനെ. കാറും അതൊക്കെ കൊറേ കേട്ടിട്ടുണ്ട്. ഫസ്റ്റ് പ്രൈസ് ടിക്കറ്റ് നമ്പർ കെ കൊറേ കണ്ടിട്ടുണ്ട്. എൽ 7 7 0 7 7 8 8 ഇതുവരെ ശരിയാണോ കിട്ടുന്നേട്ടാ? ഇതുവരെ വളരെ ശരിയാ. 4 4 1 എന്താ പറഞ്ഞേ? 1 1 ആ അടിച്ചു മോളെ. ഇത് കഴിഞ്ഞിട്ട് വേറൊരംഗമുണ്ട്. അവിടെ വന്ന തിലകൻ്റെ മുമ്പിൽ ഒരു പ്രയോഗം, മത്തങ്ങ തലയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ പ്രയോഗം കൂടെ ചേരുമ്പോൾ കിട്ടുണ്ണിയേട്ടൻ പൂർത്തിയായി. കാര്യം ഇങ്ങനെയൊക്കെ അയാൾ പറയണമെങ്കിലും അയാളൊരു സാധുവാണ് എന്നുള്ളൊരു സത്യം അതിനകത്തുണ്ട്. കാരണം ആ വീട്ടിൽ ജീവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി എന്താ പറയുക 5000 രൂപ കൊടുത്താൽ ആ വീട്ടിൽ ജോലിക്ക് വെക്കാൻ പറ്റില്ല. ഈ ജഡ്ജിൻ്റെ വീട്ടിൽ വെട്ടുപോത്ത്. അതെ, അത്രയും വലിയ കുഴപ്പമാണ് അദ്ദേഹത്തിൻ്റെത്. പിന്നെ എല്ലാ ആളുകൾക്കും ഇഷ്ടമാവാനുള്ള ഒരു കാരണം അയാളെ ചീത്ത പറയുമ്പോൾ എല്ലാവർക്കും അവരുടെ ബോസിന് ചീത്ത പറയുന്ന ഒരു ആഗ്രഹം ഉണ്ടാവും മനസ്സിനകത്ത്. നമ്മുടെ ഓഫീസ് മുറിയിൽ കടന്നു പോയിട്ട് ഇപ്പുറത്തേക്ക് പോയിട്ട് ആരെ വിളിച്ച ടാച്ചി എന്തേ അയാളുടെ പേര് അയാൾ മാത്രമേ എല്ലാം അറിയാവുന്നുള്ളൂ. അങ്ങനെ ഒരു ഏർപ്പാടുണ്ട്, മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ എന്നെങ്കിലും ഒരു ദിവസം കാത്തു കെട്ടി നിൽക്കുകയാണ്. അപ്പോൾ ഇയാളുടെ ഗതി ഇതാണ്. ഇപ്പോൾ സ്കൂളിലെ മാഷക്ക് മാഷ ചീത്ത പറയണം, കുട്ടിക്ക് മാഷ ചീത്ത പറയണം, MLAക്ക് മന്ത്രീനെ 4 വാക്ക് പറയണം. ഇതൊക്കെ എല്ലാ തലത്തിലും ഉള്ളതാണ്. അതുകൊണ്ട് ഇയാളുടെ ഒരു സ്വഭാവം വെച്ച് ഇയാളെ ചീത്ത പറയുമ്പോൾ എല്ലാ ആൾക്കാരും കിട്ടുണ്ണീരെ കൂടെയാണ്. അത് തന്നെയാണ് ജീവിതത്തിലെ ഒരു. ഇതിലെത്ര ഇന്നച്ചേട്ടൻ കൈന്നെടുത്തു, എത്ര പ്രിയനിട്ടു? ഇതിൽ കുറച്ച് ഇമ്പ്രവൈസേഷൻ ഉണ്ടാവില്ല? അല്ല, കുറച്ച് ഇമ്പ്രവൈസേഷൻ ഉണ്ട്. പ്രിയൻ തന്നെ എനിക്ക് എൻ്റെ വീടിൻ്റെ അവിടെ അയാളെ ചീത്ത പറയുന്ന കാരണം എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടുകാരനും വേറൊരു വീട്ടുകാരൻ ചക്കച്ചാമ്പറമ്പിൽ വാറപ്പൻ എന്ന് പറയുന്ന ആളും തമ്മിലുള്ള ഒരു അതിർത്തി തർക്കത്തിൽ മറ്റേ ആളെ ഇയാൾ പറഞ്ഞു, നീ ആദ്യം അക്ഷരം പഠിക്കലേ, അത് എൻ്റെ മനസ്സിൽ എവിടെയോ കിടപ്പുണ്ടായിരുന്നു. ആ കാര്യം ഞാൻ പ്രിയനോട് പറഞ്ഞ കാരണം കൊണ്ടാണ് ഇയാളോട് പറയണത്, ആരോട്? ജഡ്ജിയോട്. ഒരക്ഷരവും അറിയാത്ത ഞാൻ പറയുന്നത് എന്തുപോലെ തന്നെ മൂക്കുകൊണ്ട് തന്നെ കൊണ്ട് അത് അങ്ങനെയൊക്കെയാണ് അതെടുത്തത്. നമ്മൾ പറഞ്ഞപ്പോൾ പ്രിയൻ പറഞ്ഞു അത് തന്നെ മതി എന്ന് പറഞ്ഞു. പ്രിയനും ഹ്യൂമറിൻ്റെ കാര്യത്തിലും എഴുതേണ്ട കാര്യത്തിലൊക്കെ വളരെ മിടുക്കനായിട്ടുള്ള ആളാണ്.